എല്ലാ പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി കാത്തുകാത്തുണ്ടായൊരുണ്ണി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ കണക്കാണ് BJPയുടെ കാര്യം. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പിന്നെ അവർ ആറ്റുനോറ്റാണ് എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു. കേന്ദ്രത്തിൽ ഭരണമുള്ളതുകൊണ്ട് ഒരുപാട് ഫണ്ടൊക്കെ വന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഈ ഇലക്ഷനേക്കാളും കൂടുതൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യം അവരുടെ അഴിമതിയിലാണ്, ഇലക്ഷൻ അഴിമതിയിലാണ്. മറ്റേ ഫണ്ട് തട്ടിപ്പ് ഓഡിറ്റ് നടത്താനായിട്ടാണ് BJPയുടെ ഇപ്പം അവസാനത്തെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് BJP ഓഡിറ്റ് സംഘം അന്വേഷിക്കും. എല്ലാ വർഷവും നിയോജക മണ്ഡല തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഓഡിറ്റ് നടത്താറുണ്ടെന്നും ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതിനാൽ അതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്തത് കൂടി സ്വാഭാവികമായും പരിശോധിക്കുമെന്നും ഓഡിറ്റ് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു. അതായത് കൊടി വാങ്ങിയതിൽ, ഫ്ലക്സ് അടിച്ചതിൽ, പോസ്റ്റർ ഒട്ടിച്ചതിൽ എല്ലാത്തിലും അഴിമതിയാണ്. നമ്മൾ തോന്നത്തില്ലേ, ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ട് കേരളത്തിലൊരു അക്കൗണ്ട് തുറന്നുകൂടാ, അല്ലെങ്കിൽ കേരളം എങ്ങനെ ഈ BJPക്ക് ബാലിക റമലി ആകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോഴല്ലേ അതിൻ്റെ യഥാർത്ഥ വസ്തുത നമുക്ക്. ഇവർക്കൊന്നും ഇലക്ഷൻ ജയിക്കണമെന്നല്ല പ്രധാന ഉദ്ദേശം, അവരുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ഇന്നാണ് അവസാനമായിട്ട് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ കാർട്ടൂൺ. അത് ആറ്റുനോറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു താമര വിരിയാനായിട്ട് ഇവരിങ്ങനെ BJP നേതൃത്വം ഇങ്ങനെ നോക്കിയിരിക്കുക. അവസാനം താമര വിരിഞ്ഞപ്പോൾ എന്ത് പറ്റി അതാണ് ഈ കാർട്ടൂണിനകത്ത് നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു കോളത്തിൽ വരയ്ക്കുന്ന കാർട്ടൂൺ ഇന്നിപ്പോൾ 2 കോളത്തിലാണ് ഇത്തവണ വരച്ചിരിക്കുന്നത്. അതായത് ആദ്യം ഈ ആറ്റുനോറ്റ് ഇതിങ്ങനെ താമര വിരിയാൻ കാത്തു നിൽക്കുന്നതും പിന്നെ താമര വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും ചേർന്നിട്ട് 2 ഘട്ടമായിട്ടാണ് ഈ കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം.